ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇതാ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ വ്ളോഗാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ കണ്ടിഷ്ടമായി ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം, എന്നാലേ ബാക്കിയുള്ള വീഡിയോസ് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ കുക്കർ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് മസാല എല്ലാം പുരട്ടി വെച്ച ചിക്കനൊക്കെ ഉണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു സെറ്റ് അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അന്നേരം തന്നെ വേഗം ഫോൺ എടുത്ത് ഇറങ്ങി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിലിന് എടുത്താൽ മതി, അടിക്കൊന്നും പിടിക്കൂല കേട്ടോ. പിന്നെ അതിൻ്റെ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഐറ്റംസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 വലിയ സൈസ് ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇങ്ങനെ തകൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറാവുന്നുണ്ട്, കുബൂസ് മയണൈസ് ഉണ്ട്, പിന്നെ മട്ടൻ സൂപ്പ് അത് റെഡിയാക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, 2 ദിവസം ഇവിടെ നിന്ന് തടിയെല്ലാം ഉഷാറാക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ചിക്കനുള്ള മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒരു സൈഡിൽ നിന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുക, സോഫ്റ്റായി വരട്ടെ. അതൊരു സൈഡ് റെഡിയാവുന്നുണ്ട്. ഇപ്പറേ മട്ടൻ സൂപ്പിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കുക്കർ ചിക്കൻ അടുത്ത ചിക്കനും റെഡിയായിട്ട് രണ്ടാമതും ഓരോന്നേ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലിന് തന്നെ പെട്ടെന്ന് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ലോണം അടിക്കലും പിടിച്ചലാക്കായി പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ സൂപ്പിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി വെളുത്തുള്ളി, പെപ്പർ, പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷെസും എല്ലാവരും ആപ്പാൻ്റെ ഒന്നിച്ചിട്ട് പള്ളിയിൽ ജുമാക്ക് പോകുന്നത്. പിന്നെ ഒരു വലിയൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി 30K അടിച്ചിട്ടുണ്ട് ഗായ്സ്. ഭയങ്കര സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടട്ട്, നമുക്കൊരു സിൽവർ പ്ലേ ബട്ടണെല്ലാം അടിക്കണം. അത്യാഗ്രഹം എന്ന് വിചാരിക്കല്ലേ, എന്നാലും ഞാൻ ഒന്ന് പറയാം എൻ്റെ ഒരു ആഗ്രഹം. അവരൊക്കെ പള്ളിയിൽ പോയി അങ്ങനെ നമ്മൾ വീണ്ടും കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉള്ളിയെല്ലാം വാടി വന്നേരം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 10-15 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് മട്ടൺ സൂപ്പിനുള്ള ഐറ്റംസ് റെഡി ആവുന്നുണ്ട്. എല്ലാം ചടപടേ എന്ന് പറഞ്ഞിട്ടാണ് ആമ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷനിലായിട്ടാണ് ഉള്ളത്. സൂപ്പിന് വേണ്ടി തക്കാളിയെല്ലാം ഇട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. മട്ടൻ്റെ കാല് കാണുന്നില്ല, ഇപ്പം കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടേ, പക്ഷെ സംഭവം കുടിച്ചിന് എന്തായാലും. അപ്പോൾ മട്ടൻ്റെ കാല് നല്ലോണം ഉപ്പും മഞ്ഞളും പിന്നെ വിനാഗിരിയെല്ലാം ഇട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മുടെ മസാല വഴറ്റിയതിൽ ഇട്ട് കൊടുക്കാം. അതിൽ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു കറിൻ്റെ ടൈപ്പിലാണ്, പക്ഷേ എന്നാലും ഒരു സൂപ്പിൻ്റെ എന്തോ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സോർ സൂപ്പിനെ ഒരു നാടൻ വേർഷനിൽ കൺവേർട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സൂപ്പിൻ്റെ ഐറ്റംസ് അവിടെ സെറ്റാക്കിയിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ട് നല്ലോണം വിസിലടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിക്കൻ ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നേരത്തെ വഴറ്റിയ മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിൽ കുറേ പൊടികളൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കുറച്ച് സമയം അടച്ചു വെച്ച സംഭവം റെഡി. അങ്ങനെ കുട്ടികളെല്ലാം ഫുഡ് കഴിക്കലാണ്. അതിന് ശേഷം നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകലാണ് കേട്ടോ. അപ്പോൾ മട്ടനെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം വിസിലടുപ്പിച്ച് പിന്നെ കുറേ തിളപ്പിച്ച് എന്നിട്ടൊക്കെയാണ് സംഭവം റെഡി ആയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കുക്കർ ചിക്കനും നല്ലോണം മസാല എല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിട്ടില്ല സ്മെല്ല് കേട്ടോ. അപ്പോൾ ഒരു ചിക്കന് 1-2 പീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സൂപ്പ് എല്ലാവർക്കും ബൗളിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഒന്നും പറയണ്ട, കുക്കർ ചിക്കന് മട്ടൻ സൂപ്പ് ഇന്നൊരു കലക്കങ്ങോട്ട് കലക്കും ഞാൻ. അപ്പോൾ ഇവിടെ കുറച്ച് ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ പരിപാടിയിലാണ്. അങ്ങനെ നമ്മളും എല്ലാവരും ഫുഡ് കഴിക്കലാണ്. അപ്പോൾ എൻ്റെ മട്ടൻ സൂപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, ആട്ടിൻ്റെ കാല് കണ്ടോട് ഞാൻ എൻ്റെ മട്ടൻ സൂപ്പ് കുടിച്ച്. എന്നാലും കുഴപ്പമില്ല, അടിപൊളി. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ.
നമ്മുടെ മെയിൻ അതാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ആസ്വദിച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറും പിന്നെ കുക്കർ ചിക്കനും കഴിക്കാനാണ്. നല്ല അടിപൊളി ജ്യൂസി ആൻഡ് ടെൻഡറായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതാ നമ്മൾ അടുത്ത സെറ്റ് കുബൂസും മയണൈസും ചിക്കനും കൂട്ടി അടിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്, എന്നാലും അവർ നിർബന്ധിക്കുമ്പോൾ നമ്മളൊന്ന് സ്നേഹത്തിൻ്റെ പുറത്ത് കഴിച്ചു പോകുമല്ലോ. അങ്ങനെ കഴിച്ചു പോയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്കിനി പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ളതെന്ന് വെച്ചാൽ മദ്രസയിൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എപ്പോഴുള്ള വീഡിയോ ആണ്. നബിദിനമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ പ്രോഗ്രാം ഉണ്ടാവില്ല. അന്നത്തെ പ്രോഗ്രാമിന് മാഷാഅല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഷെസുവിന് 2nd റാങ്ക് അടിച്ചിട്ടുണ്ട് പൊതുപരീക്ഷയിൽ. അതിൻ്റെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനും കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇതാ അന്ന് പിന്നെ ആപ്പാൻ്റെ മകൻ്റെ കുട്ടികളെ പരിപാടിയെല്ലാം ഉണ്ട്. അതും നമ്മളെല്ലാവരും ഇരുന്ന് കാണലാന്നേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുക. പിന്നെ ഇതാ കുട്ടികളെ ഫ്ലവർ ഷോ, ദഫ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാഅല്ലാ. കുഞ്ഞു മക്കൾ ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതുപോലെ കാണാൻ നല്ല രസമുണ്ടായിന്. ഷെസൂന് നല്ല സങ്കടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഷിനാസിലോട്ട് മാറിയോണ്ട് ഇവിടുത്തെ മദ്രസയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട്സും പിന്നെ എന്താണ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം. കഴിഞ്ഞ പ്രാവശ്യം ദഫിനൊക്കെ ഉണ്ടായിരുന്നേ. മക്കളെ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർട്ടിഫിക്കറ്റും അതൊക്കെ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പ്രോഗ്രസ് നേടിയത് ഫാത്തിമ സനിയ ബിൻത്ത് അബ്ദുൽ മനാഫ്. ആ കുട്ടിക്കാണ് നമ്മള് പ്രോഗ്രസ് ഉള്ള കുട്ടിയുടെ വാപ്പ മനാഫ് വന്നിട്ട് സർട്ടിഫിക്കറ്റ്. മുഹമ്മദ് ഷാസിൻ, മുഹമ്മദ് ഷാസിൻ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷാസിൻ, മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് ഷാസിൻ, മുഹമ്മദ് ഷാസിൻ. മാഷാഅല്ലാ അൽഹംദുലില്ലാ. അത്രയും സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിന്, എന്നാലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എക്സാം സ്കൂളും മദ്രസയും ഒന്നിച്ചിട്ടുണ്ടായ ടൈമായിരുന്നു എക്സാം. രണ്ടും കൂടിയിട്ട് ഭയങ്കരമായിട്ട് എനക്കെന്നെ സങ്കടമായിപ്പോയി. ഭയങ്കര നമ്മൾ അത്രയും ഇരുത്തി പഠിപ്പിച്ച് അതിൻ്റെ ഒരു ഫലമാണ് മാഷാഅല്ലാ നമ്മുടെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ അത്രയും പ്രൗഡ് മൊമെൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മറ്റുള്ള എല്ലാ മക്കൾക്കും എന്താണ് പഠിച്ചോൻ നല്ല പഠിക്കാനുള്ള ആരോഗ്യവും പിന്നെ കഴിവും കൊടുക്കട്ടെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി മറ്റേ നമ്മൾ അൺബോക്സ് ചെയ്യലാണ്. ഭയങ്കര എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ. അപ്പോൾ മാഷാഅല്ലാ നല്ലൊരു അടിപൊളി മിക്സി കിട്ടിയിട്ടുണ്ട് നമുക്ക് അൽഹംദുലില്ലാ. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉസ്താദ് നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടെല്ലാം ടൈം കിട്ടുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ആ ഉസ്താദിനും കുടുംബത്തിനും പഠിച്ചോ നല്ലത് വരുത്തട്ടെ.
പിന്നെ ഒരു വാച്ച് ഫസ്റ്റേ കൊടുത്തിട്ടുണ്ടായിന് മദ്രസ തുറക്കുമ്പോൾ. മാഷാഅല്ലാ ഇവിടുത്തെ കുട്ടികൾക്കും ഗിഫ്റ്റൊക്കെ കിട്ടിന്. നല്ല അടിപൊളി ഗ്ലാസ്, ബൗള്. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഇതാ നല്ല ബൗളും ഗ്ലാസ്സൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടോക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.